ഒരു കൊച്ചു കുഞ്ഞിനും പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇവരുടെ ആദ്യത്തെ സിനിമയായ ലൂസിഫറിന്റെ അവസാന ഭാഗത്തിൽ ഇനി എംപുരാൻ എന്ന് പറഞ്ഞാൽ ചെകുത്താൻ എന്നുള്ളൊരു അർത്ഥം ഞാനെങ്കിലും കേട്ടിട്ടില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ആരെ സൂചിപ്പിക്കാൻ? ക്രിസ്ത്യാനികളെല്ലാം അങ്ങനെ ചെയ്യുന്നില്ല. ക്രിസ്ത്യൻ വിഭാഗത്തിലെ ബെന്തിക്കോസ് വിഭാഗങ്ങൾ പണം മുടക്കി ഹിന്ദുക്കളെ സാർവത്രികമായി കൺവേർഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനെപ്പറ്റി മിണ്ടാതിരിക്കുകയും 40 ആളുകൾ ലവ് ജിഹാദ് നടത്തി. അതിൻ്റെ എണ്ണമൊന്നും ഇവിടെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യമൊന്നും എൻ്റെ കയ്യിൽ നിന്ന് ഇട്ട് പറഞ്ഞതല്ല, നിങ്ങൾക്ക് ഇത് കേട്ടപ്പോൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. എന്തൊക്കെയാ സുഹൃത്തുക്കളെ നടക്കുന്നത്? എമ്പുരാൻ എന്ന് പറഞ്ഞാൽ ചെകുത്താനാണോ? ഈ ക്രിസ്ത്യാനികൾ ഇതിനെതിരെ രംഗത്ത് വന്നു എന്നൊക്കെ പറഞ്ഞ് പ്രചണ്ഡമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ വിശദമായിട്ട് സംസാരിക്കേണ്ട ഒരു മാറ്ററാണ്. കഴിയുമെങ്കിൽ ഈ തലമുറയിൽപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ കുട്ടികൾ ദയവായി ഇത് കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കുറേ തെറ്റിദ്ധാരണ മാറും. കുറേ മണ്ടത്തരങ്ങളും മതവും തിന്നു ജീവിക്കുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാവത്തില്ല. മനസ്സിലാക്കേണ്ട ഒരു തലമുറയുണ്ട്, അവർ മനസ്സിലാക്കണം. ഒരു പാട്ടുണ്ട്, ഞാനൊക്കെ കൊച്ചിലേ രാവിലെ ഉറക്കം എണീക്കുമ്പോൾ കേൾക്കുന്ന, തൊട്ടടുത്തുള്ള അമ്പലത്തിൽ കേൾക്കുന്നതാണ്. പ്രഭാതമായി തൃക്കണിയേകിയാലും പ്രസാദമായി പൊന്നൊളി തൂകിയാലും വിളിപ്പുറത്തെത്തിടും എൻ പുരാനേ തളിപ്പറമ്പമ്പിന് തമ്പുരാനേ. ഇതൊക്കെ ദാസേട്ടൻ്റെ ആ ഒരു മാധുര്യ ശബ്ദത്തിൽ നമ്മളൊക്കെ കേട്ട് തഴമ്പിച്ച, നമ്മളെ നൊസ്റ്റാൾജി അടുപ്പിക്കുന്നൊരു ഗാനമാണ്, ഒരു ഭക്തിഗാനമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഞാൻ പാടിയ കുറവുകൾ നിങ്ങൾ കണക്കാക്കണ്ട. ഞാൻ ഉദ്ദേശിച്ച അതിനകത്ത് എൻ പുരാനെ എന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ എംപുരാൻ എന്നുള്ള സിനിമയ്ക്ക് ഇത് ലൂസിഫർ, രണ്ടാമത് എംപുരാൻ, അതിനുശേഷം ക്രിസ്ത്യൻ ആരാധന അവരുടെ എന്താ പറയുക ഇതിനെയൊക്കെ മോശമാക്കി ചിത്രീകരിക്കുന്നു അടക്കം ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട്. ഒരു വോയിസ് ക്ലിപ്പും പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ തീർച്ചയായിട്ടും ആ വോയിസ് ക്ലിപ്പിലേക്കും അതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്കും വരാം. ആദ്യം എംപുരാൻ എന്നുള്ളൊരു കാര്യത്തിനെക്കുറിച്ച് നമുക്കിവിടെ സംസാരിക്കാം. എംപുരാനിന് ശേഷം ഈ വോയിസ് ക്ലിപ്പിലേക്ക് പോകാം. അതിനുശേഷം എൻ്റെ പരിമിതമായ അറിവിൻ്റെ അകത്ത് ഈ കാര്യത്തിനെക്കുറിച്ച് പറയാം. ഓക്കെ, എംപുരാൻ എന്ന മലയാള പദത്തിൻ്റെ അർത്ഥം പ്രഭു അല്ലെങ്കിൽ യജമാൻ, മൈ ലോർഡ് എന്ന് നമ്മൾ വിളിക്കില്ലേ, എൻ്റെ ദൈവമേ അല്ലെങ്കിൽ എൻ്റെ പ്രഭുവേ എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു തരത്തിൽ തന്നെയാണ് പ്രഭു എന്നുള്ളൊരു അർത്ഥം വരാം. അല്ലെങ്കിൽ ദൈവം എന്നുള്ള എന്തുമാവാം, തൻ്റെ യജമാനനെ വിളിക്കുന്നൊരു വിളി, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് പലപ്പോഴും ബഹുമാനത്തിൻ്റെ ആദരവിൻ്റെ ഒരു പദമായി ഉപയോഗിക്കുന്നു. സാധാരണ ആത്മീയ നേതാവ്, ദേവത അല്ലെങ്കിൽ ബഹുമാന്യമായ മൂപ്പൻ, ഉയർന്ന പദവിയോ അധികാരമോ ഉള്ള വ്യക്തിയെ പരാമർശിക്കുന്നു. ജനപ്രിയ സംസ്കാരത്തിൽ പ്രത്യേകിച്ച് മലയാള സിനിമയിൽ എംപുരാൻ ശക്തരും വീരപുരുഷന്മാരുമായ കഥാപാത്രങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള രീതിയിലാണ്. അത് മലയാളം ട്രാൻസ്ലേഷനാണ്. പ്രഭുക്കാണ് ഇതിൻ്റെ അർത്ഥം എന്ന് ചുരുക്കൊരു എംബ്രാൻ. ഓക്കെ, എംബ്രാൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? മൈ ലോഡ്, ദാറ്റ്സ് ഓൾ, എൻ്റെ ദൈവമേ എന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ എൻ്റെ പ്രഭുവെ എന്ന് വിളിക്കുന്ന ആ ഒരു വാക്ക് മാത്രമാണ് ഇതിൻ്റെ അർത്ഥമായിട്ട് പ്രധാനപ്പെട്ട എടുത്തു പറയുന്നത്. എംപുരാൻ, എംബ്രാൻ, എംപിരാൻ, എൻ്റെ യജമാനൻ, പുരാൻ, പിരാൻ, യജമാനൻ. ഓക്കെ, അഹം ബ്രഹ്മാസ്മി, അത് നീ ആകുന്നു, തത് ത്വം അസി, തത്വമസി, തത് ത്വം അസി, അത് നീ ആകുന്നു എന്ന് പറയുന്ന പോലെ എം പുരാൻ, എൻ പുരാൻ, എൻ്റെ പ്രഭു, എൻ്റെ ആ ഒരു യജമാനൻ എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ സാഹിത്യപരമായ അർത്ഥപരമായ വശം. ഇതിൻ്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് എന്താണ് സംഭവം? ഇനി കുറച്ചുകൂടെ കടന്ന് നമുക്ക് എന്താണ് ലൂസിഫർ. ഇപ്പം പൃഥ്വിരാജ് ഈ സിനിമയ്ക്കകത്ത് ലൂസിഫർ എന്നുള്ള പേരിട്ടിട്ട് ഫസ്റ്റ് പടം ഇറക്കുന്നു. ലൂസിഫർ എന്ന് പറഞ്ഞാൽ ദ നെയിം ഫ്രം സേറ്റൻ, സാത്താൻ്റെ പേര് തന്നെയാണ്. അത് നമ്മുടെ ഡെവിൾ എന്നുള്ളൊരു സിംബോളിക്കായിട്ട് ഡെവിൾ തന്നെയാണ്. ഡെവിളിൻ്റെ പലതരത്തിലുള്ള പേരുകളിലൊന്നാണ്, പര്യായ പദങ്ങളിലൊന്നാണ് ലൂസിഫർ എന്നുള്ളത്. ഓക്കെ, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട, ദൈവത്തിനാൽ പുറത്താക്കപ്പെട്ട ഏഞ്ചൽ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ചരിത്രം നമുക്കിപ്പോൾ പറയാനുള്ള സാഹചര്യമില്ല. എങ്കിലും ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കണമല്ലോ, സംസാരിച്ചേ പറ്റൂ. ഇറ്റ്സ് ഡെഫിനറ്റ്ലി മീൻസ് അബൌട്ട് ഫാലൻ ഏഞ്ചൽ, പുറത്താക്കപ്പെട്ട എന്താണ് ഏഞ്ചൽ അഥവാ മാലാഖ. ഹിയർ വി ഹാവ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺസ്പിറസി അണ്ടർ ദ ടൈറ്റിൽ. നമുക്ക് എംപുരാൻ്റെ ടൈറ്റിലിൻ്റെ അണ്ടറിലുള്ളത്. ഇൻ ക്രിസ്ത്യാനിറ്റി തമ്പുരാൻ ഇസ് എ റെഫറൻസ് ആസ് ഹയസ്റ്റ് വേർഡ് ഫോർ കോളിംഗ് ഇസ് പ്രൈസിങ് ദ മോസ്റ്റ് ഹൈ ഗോഡ്. ഏറ്റവും ഉയരത്തിലുള്ള ദൈവത്തിനെ വിളിക്കുന്നത് എന്ന് വെച്ചാൽ ദൈവങ്ങളെ. കാത്തലിക് കൺസിഡർ ക്രൈസ്റ്റ് ആസ് ദ തമ്പുരാൻ. കാത്തലിക്സ് വിചാരിക്കുന്നത് ക്രൈസ്റ്റ് ആണ് അവരുടെ തമ്പുരാനെന്ന്. ഹിയർ ദ വേർഡ് എംപുരാൻ ഇസ് ദ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ടു ദ നെയിം യൂസിംഗ് ഫോർ എക്സാമ്പിൾ തമ്പുരാൻ. Thus, the conspiracy can be cut off a little bit. Prithviraj explains this perfectly in the song Empuran from the Lucifer movie. The word Empuran means about an angel who is, ഇപ്പം ശ്രദ്ധിക്കുക, ഇതാണ് more than a king and less than a god. ഒരു കിങ്ങിനെക്കാട്ടിലും മുകളിലാണ്, നമ്മുടെ ദൈവത്തിനെക്കാട്ടിലും താഴെയാണ്. അതാണ് എംപുരാൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന ഡെവിൾ, ഇദ്ദേഹം പറയുന്ന ലൂസിഫറിൻ്റെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. As per the first movie, Prithviraj Sukumar succeeded in naming the second series of the success movie Lucifer by naming the another satanic name, the Empuran. Surely the word this would be a next. Okay, ആ ഒരു ഇത് പറഞ്ഞേക്കുന്നു. സോ
നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും? എന്താണ് എമ്പുരാൻ? ഈ ഒരു സാധനം പൃഥ്വിരാജ് 2019 ഈ സിനിമ അനൗൺസ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത് 2019 വന്നിട്ടുള്ള അതിൻ്റെ ന്യൂസ് കട്ടിങ്സ് ആണ്, ഓൺലൈൻ വന്നതാണ്. 2019 ജൂൺ മാസം 18 ഇത് എമ്പുരാന്റെ ഇത് പ്രഖ്യാപിക്കുന്ന സീക്വലാണെന്ന് കരുതി ലൂസിഫറിന്റെ കണ്ടത് തുടർച്ച മാത്രമല്ല ചിത്രത്തിൽ ഉണ്ടാവുകയെന്നും പല കഥാപാത്രങ്ങളുടെയും മുൻകാലവും പറയുന്ന ചിത്രമായിരിക്കും വരികയെന്ന് പൃഥ്വിരാജ് മുരളി ഗോപിയും പറഞ്ഞു. എന്താണ് എമ്പുരാൻ എന്ന വാക്കിന്റെ അർത്ഥം പൃഥ്വിരാജ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് വന്നൊരു അന്നത്തെ ന്യൂസാണ്. ആകാംക്ഷ കരുതി വെച്ച് ലൂസിഫർ ടീം ഇന്ന് അനൗൺസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ലൂസിഫറിന്റെ തുടർഭാഗം തന്നെ ലൂസിഫർ 2 പേരും കൊച്ചിയിൽ മോഹൻലാലിന്റെ വീട്ടിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. എമ്പുരാൻ എന്നാണ് ചിത്രത്തിന്റെ പേര്. മോഹൻലാൽ, മുരളി ഗോപി, ആന്റണി പെരുമാൾ എന്നൊരു സാധ്യത. ഇത് നടന്നത് 2019, ഇതിപ്പോൾ 2025, 6 വർഷങ്ങൾക്ക് മുമ്പ് അതിൻ്റെ അനൗൺസ്മെൻറ്റ് നടന്നൊരു കാര്യം ഇന്ന് ഭയങ്കര വലിയ വർത്തമാനമായി. ഇനി നമുക്ക് ആ വോയിസ് ക്ലിപ്പിലേക്ക് പോവാം. അതിനു മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട എന്നെ കാണുന്ന ആൾക്കാരോട് ഞാൻ പറയട്ടെ, ഈ ദൈവത്തിനെ അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ദൈവത്തിൽ വിശ്വസിക്കാം, ദൈവത്തിൽ കീഴ്പ്പെടുന്ന ആൾക്കാർക്ക് അത് വിശ്വാസ സമൂഹത്തിൻ്റെ അകത്ത് പെട്ടവർക്ക് അങ്ങനെ തന്നെ ജീവിക്കാം. പക്ഷേ ഈ ഭൂമിയിൽ നടന്നിട്ടുള്ള ഇത്രമാത്രം കൊടും ക്രൂരതകളും അനീതികളും ഒക്കെ നടക്കുന്ന സമയത്ത് ഇതിനകത്ത് മെജോറിറ്റി വരുന്ന ദൈവവിശ്വാസികളെ അല്ലെങ്കിൽ അവരെ മേയ്ക്കുന്ന ആ ഒരു ആട്ടിടയനായിട്ടുള്ള ദൈവം ഇവിടെ ഇറങ്ങി വന്ന് എന്തെങ്കിലും കാര്യം നന്മ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒരു ചോദ്യമാണ്. സുനാമി വന്നു, വെള്ളപ്പൊക്കങ്ങൾ വന്നു, മഹാമാരികൾ വന്നു. ഇവിടെയൊന്നും കാണാത്ത ദൈവത്തിനെ നിങ്ങൾ പ്രവൃത്തിയിലൂടെയോ നിങ്ങൾ ആരാധനാലയങ്ങളിലൂടെ കാണുന്ന അവിശ്വാസത്തിന് ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല. ദൈവത്തിൻ്റെ ഓപ്പോസിറ്റ് ആണല്ലോ ഈ പറഞ്ഞ ചെകുത്താൻ, അഥവാ മോശമായിട്ടുള്ള പരിപാടികൾ ചെയ്യുന്ന ആൾ. അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ ചോദ്യം ചോദിക്കാം. ദൈവത്തിൻ്റെ ഓപ്പോസിറ്റ് നിന്നുകൊണ്ട് മോശമായ പ്രവൃത്തികൾ മാത്രം ചെയ്യുന്ന സാത്താൻ, ഡെവിൾ, ലൂസിഫർ ആ ഒരു സംഭവമാണെങ്കിൽ മതപരമായ കാര്യങ്ങളുടെ അകത്ത് നിന്നുകൊണ്ട് മതത്തിനെയും വഞ്ചിച്ച് വിശ്വാസികളെയും വഞ്ചിച്ച് അതിൽ നിന്നും തട്ടിയെടുക്കുന്ന പണവും മറ്റുള്ള കാര്യങ്ങളും മറ്റുള്ള കാമ മോഹ ഭോഗ അതിൻ്റെ പുറകെ നടക്കുന്ന ആൾക്കാരൊക്കെ ആരുടെ പട്ടികയിൽ വരും? ദൈവത്തിൻ്റെ പട്ടികയിൽ വരും, ലൂസിഫറിൻ്റെ പട്ടികയിൽ വരും. ലൂസിഫർ എന്നുള്ള സിനിമ നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധമല്ല, തിന്മയും തമ്മിലുള്ള യുദ്ധമാണെന്ന് വ്യക്തമായി ലാലേട്ടൻ്റെ ഡയലോഗ് പ്രസൻറ്റേഷനിലൂടെ വന്നിട്ടുണ്ട്. അവിടെയും കഴിഞ്ഞിട്ടില്ല. ഈ നമ്മുടെ പൊതുസമൂഹത്തിൽ കാണുന്ന ഏറ്റവും ഈവിളായിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഈ പറഞ്ഞ ജനനായകന്മാരായിട്ടും ഈ പൊതുസ്ഥലങ്ങളിൽ നമ്മളുമായിട്ട് നിരന്തരം ഇടപെടുന്ന ആൾക്കാരിലും ഉണ്ട്. അവരുടെ തിന്മ ആ ഒരു ഡയമെൻഷനെയാണ്, നന്മയുടെ രൂപത്തിൽ നിന്നുകൊണ്ട് തിന്മ കാണിക്കുന്ന ആൾക്കാരെയാണ് ഇതിനകത്ത് മൾട്ടി ഡയമെൻഷനിലായിട്ട് ഈ സിനിമ കാണിച്ചു തരുന്നത്. അത് മനസ്സിലാക്കാത്ത ആൾക്കാരോട് എന്ത് പറയാം? ഞാൻ വോയിസിലേക്ക് പോകാം. മറുനാടൻ മലയാളിയിലെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. എമ്പുരാനെതിരെ ക്രൈസ്തവരും പൃഥ്വിരാജ് എയർൽ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം, സൈബർ അറ്റാക്ക് ഓൺ എമ്പുരാൻ മലയാളം മൂവി എന്ന് പറഞ്ഞിട്ട്. സോ അതിനകത്താണ് ഈ വോയിസ് വരുന്നത്. നമുക്ക് ആ വോയിസ് ഒന്ന് കേൾക്കാം. ആ വോയിസ് കേട്ടിട്ട് ഇവിടെ വെച്ച് ചിന്തിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം അവരോട്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാർച്ച് 27 റിലീസ് ചെയ്യുന്ന ഒരു സിനിമയുടെ ട്രെയിലർ യാദൃച്ഛികമായി കാണാനിടയായതാണ് ഈ വോയിസ് നോട്ട് ഇടാനുള്ളൊരു കാരണം. ആ സിനിമയുടെ പേര് കണ്ടപ്പോൾ മനസ്സിലോട്ട് അപ്പോൾ ഈ ഒരു വോയിസ് ക്ലിപ്പ് ഇതിന്റെ ടീസർ പുറത്തു വന്ന സമയത്താണ് ഈ വോയിസ് വന്നിരിക്കുന്നത്. ഓക്കെ. വന്നത് കേരളത്തിലെ നസ്രാണി കുടുംബങ്ങളിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വരയ്ക്കുന്ന വലിയ കുരിശുവരെയാണ്. അതായത് എന്റെ തമ്പുരാനുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക, ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈ വലിയ കുരിശുവരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ലോകത്തിൽ തന്നെ കേരളത്തിലെ നസ്രാണികളിലാണ് ഈ വലിയ കുരിശുവര സ്വന്തമായിട്ടുള്ളത്. തമ്പുരാൻ എന്ന് വളരെ ബഹുമാനത്തോടും ആദരവോടെയുമാണ് കേരളത്തിലെ ഓരോ ക്രിസ്ത്യാനികളും ആ പദം വിളിക്കുന്നത്. ഈ തമ്പുരാൻ എന്ന പദത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പദമാണ് ഈ സിനിമയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് കണ്ടപ്പോൾ ആ സിനിമയ്ക്ക് ഉപയോഗിച്ച പദത്തിന്റെ അർത്ഥം നോക്കിയപ്പോൾ ആ സിനിമയുടെ ഡയറക്ടറായ പൃഥ്വിരാജ് ഇങ്ങനെയാണ് പറയുന്നത്: എൻ ഏഞ്ചൽ ഹു ഈസ് മോർ ദാൻ എ കിങ് ആൻഡ് ലെസ് ദാൻ ഗോഡ്. അത് ഓക്കെ. ഇതിനകത്ത് അവർ പറയുന്നത് ഇത് കണക്റ്റഡ് ടു ഡയറക്ട്ലി എന്താണ്, ഇത് ഇൻ ബിറ്റ്വീൻ നമ്മുടെ ഗോഡും അതോടൊപ്പം തന്നെ വിശ്വാസിയും അതുപോലെ തന്നെ ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. വിശ്വാസത്തിനെയും ക്രിസ്ത്യാനിറ്റിയൊക്കെ കണക്ട് ചെയ്താണ് സംസാരിച്ചിരിക്കുന്നത്. ഇതിനകത്തുള്ള ലൂസിഫർ ശരിക്കും ഒരു സൈറ്റൻ അല്ലെങ്കിൽ സാത്താൻ സേവ മറ്റുള്ള പരിപാടികൾ എന്നൊക്കെ പറയുന്നത് പോലത്തെ പരിപാടിയാണെന്ന് നമുക്ക് വയ്ക്കാം. അങ്ങനെ തന്നെയാണ് ഇത് സിനിമയ്ക്കകത്തും പറഞ്ഞിട്ടുള്ളത്. ദൈവം എന്താണോ ചെയ്യുന്നത്, ദൈവം എന്തോ ചെയ്യാത്തത്, അഥവാ ദൈവം ചെയ്യുന്നതിന് നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് ഈ പറഞ്ഞ പരിപാടിയായിട്ട് ബന്ധപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ അടയാളങ്ങളെ അവർ മോശമായിട്ട് ചിന്തിക്കുന്ന ആ തരത്തിലല്ലേ ഈ പറഞ്ഞ ചെകുത്താൻ്റെ ആൾക്കാരെന്ന് പറയുന്നത്. ചെകുത്താൻ്റെ ആൾക്കാർ പിന്നെ അങ്ങനെയല്ലേ ചെയ്യൂ. അവർ ദൈവം എന്താണോ ചെയ്തത് അതിൻ്റെ മോശമായ ഒരു വശത്തിലൂടെ ചെയ്യുന്നു. ഈ സാത്താൻ ആരാധന മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ കാലഘട്ടത്തിലുള്ളതല്ല. അതിൻ്റെയൊക്കെ പാരമ്പര്യം എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ദൈവം എന്നുണ്ടായോ അന്ന് മുതൽ ഈ പരിപാടികളെ കുറിച്ചുകൊണ്ട് ദൈവത്തിനെ വിശ്വസിക്കാത്ത ഒരു സമൂഹം പണ്ടേ ഉണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ആരാധനയുമായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ഇനി എല്ലാത്തിനും പുറമെ ആഭിചാരം എന്നുള്ള പരിപാടി നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ആഭിചാരത്തിനകത്ത് ദൈവമാണോ വരുന്നത് അതോ ചെകുത്താനാണോ വരുന്നത്?
ദൈവത്തിനെ കൊണ്ട് കഴിയാത്തതെന്ന് പറഞ്ഞ് ദൈവത്തിനെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ ഈ വിശ്വാസ സമൂഹത്തിൽപ്പെട്ട ആൾക്കാർ തന്നെ ഈ ആഭിചാര പ്രവൃത്തിയിലൂടെ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഈ ആധുനിക കാലഘട്ടത്തിൽ കേൾക്കുന്നില്ലേ? മൂങ്ങകള്, വെള്ളി മൂങ്ങകള്, ഇരുതല മൂരികള്, മറ്റത് മറിച്ച് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിരന്തരം കേൾക്കുന്നില്ലേ? ഇവരൊക്കെ ശരിക്കും ദൈവദാസന്മാരായി നിന്നുകൊണ്ട് തന്നെ സമൂഹത്തിന്റെ ഇടയിൽ ചെകുത്താന്റെ പരിപാടികൾ കാണിക്കുന്നില്ലേ? അതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന പൊളിറ്റിക്സിൻ്റെ അകത്തുള്ള നമ്മളെ സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ മുൻ ശ്രേണി നിൽക്കുന്ന ആൾക്കാർ കാണിക്കുന്ന തന്തയില്ലാതീനങ്ങളെ അത് വരച്ചു കാട്ടുന്നത് ഡെവിളിലൂടെയാണ്. സമൂഹത്തിന്റെ മുമ്പിൽ നന്മമരങ്ങളായി നിൽക്കുന്ന വൃത്തികേടുകൾ കാണിക്കുന്ന ആൾക്കാരെയാണ് അവർ അതിനകത്ത് വരച്ചു കാട്ടുന്നത്. ഒരേ സമയം ദൈവവിശ്വാസിയായിട്ടും ഒരേ സമയം ദൈവത്തിന്റെ പിൻഗാമിയെന്ന് തോന്നിപ്പിക്കുകയും നല്ല ഒരു പുരുഷനാണെന്ന് അല്ലെങ്കിൽ സ്ത്രീയാണെന്ന് കാണിക്കുകയും അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പെരുമാറുകയും ചെയ്യുന്ന ആൾക്കാരല്ലേ ഈ സിനിമ വരച്ചു കാട്ടുന്നത്. അവിടെയല്ലേ അതിന്റെ ഒരു കറക്റ്റ് പോയിന്റ് കിടക്കുന്നത്. താനാണെന്ന് ഏതൊരു കൊച്ചു കുഞ്ഞിനും പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇവരുടെ ആദ്യത്തെ സിനിമയായ ലൂസിഫറിന്റെ അവസാന ഭാഗത്തിൽ ഇനി എംപുരാൻ എന്ന് പറഞ്ഞാൽ ചെകുത്താൻ എന്നുള്ളൊരു അർത്ഥം ഞാനെങ്കിലും കേട്ടിട്ടില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് കേട്ടിട്ട് നിങ്ങൾ മൈ ലോഡ് എന്ന് മാത്രമാണ് എൻ്റെ അർത്ഥം. മൈലോടെന്ന് ദൈവത്തിനെയും വിളിക്കാം, മൈലോടെന്ന് ചെകുത്താന്റെ ആരാധകർക്ക് വേണമെങ്കിൽ അവരെ അങ്ങനെയും വിളിക്കാം. അല്ലാതെ എംപുരാൻ എന്ന് വിളിക്കുന്ന ഞാൻ തുടക്കം എൻപുരാനെ എന്ന് പറയുന്നുണ്ട്. ആ എൻപുരാൻ എന്ന് വിളിക്കുന്നത് നമ്മുടെ ഏതാണ് ആ പ്രഭാതമായി തൃക്കണി ഏകിയാലും പ്രസാദമായി പൊന്നൊളി തൂകിയാലും വെളിപ്പുറത്തെത്തിയിടും എൻപുരാനെ എന്ന് പറയുന്നത് ആ തളിപ്പറം പമ്പില് എന്ന് പറഞ്ഞിട്ട് പാടുന്നത് ആ ക്ഷേത്രത്തിന്റെ അകത്തിരിക്കുന്ന ആ ഒരു മൂർത്തിയെ വിളിക്കുന്നത് അത് ചെകുത്താൻ എന്നാണോ? എംപുരാൻ എന്ന് ഇവർ പറയുന്നത് അത് അവിടെ തെറ്റാവുകയാണ്. അത് പറഞ്ഞ വെറും തെറ്റാണ്, പച്ച തെറ്റാണ് വിളിച്ച് പറയുന്നത്. അതായത് എംപുരാൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം സാത്താനെന്നല്ല, എൻപുരാൻ മൈ ലോഡ് എന്ന് അതിനെ പറയുകയാണ്. ക്രിസ്ത്യാനിറ്റിയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എംപുരാൻ അഥവാ എംപുരാൻ എന്നുള്ളത് സാത്താനെ വിളിക്കുന്ന പേരാണ്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഹിന്ദുക്കളുടെ ഏറ്റവും കൂടുതൽ കേട്ട് പഴകിയ ഒരു പാട്ടിൻ്റെ അകത്തിന് എൻ പുരാനെ, അത് മലയാളത്തിൽ ഞാൻ എഴുതിയാൽ എൻ പുരാനെ എന്ന് എഴുതും. എൻ്റെ ദൈവമേ, അല്ലെങ്കിൽ എൻ്റെ ദൈവമെന്നോ എൻ്റെ ലോഡെന്നാ, എൻ്റെ യജമാന എന്നാ വിളിക്കുന്നത്. ഇവർ രണ്ടാമത്തെ സിനിമയ്ക്ക് ഉപയോഗിച്ച സാത്താന്റെ ആ പേര് ഉപയോഗിച്ച് ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുന്നത്. ഈ സിനിമയുടെ ഇല്ല, ദൈവത്തിന്റെ സിനിമ മാത്രമേ എടുക്കാവൂ, ചെകുത്താന്റെ സിനിമ എടുക്കാൻ പാടില്ലെന്ന് ഭരണഘടന പറയുന്നുണ്ടോ? ദൈവത്തിനെ വിശ്വസിക്കാത്ത ആൾക്കാർക്ക് ഇവിടെ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റത്തില്ലെന്ന് ഭരണഘടന പറയുന്നുണ്ട്. ദൈവത്തിനെ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള അവകാശം അല്ലെങ്കിൽ അധികാരം അതിനുള്ള ഭരണഘടന നൽകുന്നുണ്ട്. ആ ദൈവത്തിനെ വിശ്വസിക്കാത്തവർ ചിലപ്പോൾ ചെകുത്താനെ ഇഷ്ടപ്പെട്ടെന്ന് വരാം, ചെകുത്താൻ ആരാധിച്ചെന്ന് വരാം. അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ? അതും അവരുടെ ആരാധനയാണ്. അവർക്ക് ചിലപ്പോൾ ദൈവം ചെകുത്താനായിരിക്കും. അതിനെ നമുക്ക് ആർക്ക് ഇത് ചെയ്യാൻ പറ്റും? പറ്റത്തില്ല എന്ന് പറയാൻ പറ്റും. ട്രെയിലറിന്റെ അടിക്കുറിപ്പായിട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുകയുണ്ടായി. അത് ഈ സിനിമയിൽ തന്നെ അഭിനയിക്കുന്ന നായകന്മാരുടെ ദിസ് ഡീൽ ഈസ് വിത്ത് ദ ഡെവിൾ, വൺസ് യു മേക്ക് എ ഡീൽ വിത്ത് ദ ഡെവിൾ ദർ ഇസ് നോ വേ ബാക്ക്. എന്താണ് ഇതിനർത്ഥം? നിങ്ങൾ പിശാചുമായി ഒരു ഡീൽ ഉണ്ടാക്കുന്നു, പിശാചുമായി ഡീൽ ഉണ്ടാക്കിയാൽ പിന്നെ ഒരു തിരിച്ചുപോക്കില്ലെന്ന്. ട്രെയിലറിന്റെ തന്നെ അടിക്കുറിപ്പായി വേറൊന്ന് കണ്ടു. ട്രെയിലറിന്റെ അടിക്കുറിപ്പിൽ യു ആർ ഡീലിംഗ് വിത്ത് എ ഡെവിൾ എന്ന് പറഞ്ഞ് ലാലേട്ടൻ പറയുന്ന ഒരു സാധനം ആ ഒരു സിനിമയ്ക്കകത്ത് സാന്ദർഭികമായിട്ട് വരുന്ന വളരെയധികം ഉപയോഗപ്പെട്ട ഒരു വാക്കാണ്. അല്ലെങ്കിൽ അതിനകത്ത് പറയുന്ന ഒരു മാസമായിട്ടുള്ള ഡയലോഗ് പോലത്തെ സാധനമാണ്. നിങ്ങൾ ഡീൽ ചെയ്യുന്നത് ഡെവിളുമായിട്ടാണെന്ന് ഓർക്കണം. ഡെവിളിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞേക്കുന്നത് എവിടെയാണ്? ഡെവിളിന്റെ സ്റ്റോറിയിലാണോ? ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ മതഗ്രന്ഥങ്ങളുടെ അകത്തല്ലേ ഡെവിളിനെ കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുള്ളത്? അപ്പൊ പിന്നെ അവിടെ നിന്നല്ലേ ഇതെല്ലാം ആൾക്കാർക്ക് കിട്ടുന്നത്, അല്ലാതെ പിന്നെ എവിടെ നിന്നാണ് കിട്ടുന്നത്? Remember, it is you who summoned the devil at this hour. എന്താണ് ഇതിനർത്ഥം? ഈ മണിക്കൂറിൽ ഓർക്കുക, നിങ്ങളാണ് പിശാച്. വലിയ പ്രത്യേകതയുണ്ട്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സുവിശേഷം കേട്ടിരിക്കുന്നത് കേരളത്തിലെ ക്രൈസ്തവരാണ്. ഈ മണിക്കൂർ എന്നത് എവിടെയാണ് നിങ്ങൾ ബൈബിളിൽ കണ്ടിരിക്കുന്നത്? ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സുവിശേഷം കേട്ടത് ഈ കേരളത്തിലെ മനുഷ്യരാണെന്ന് പറയുന്ന പോലെ തന്നെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കൺവർഷൻ നടക്കുന്നത് ക്രിസ്ത്യാനിറ്റിയിൽ നിന്നും അഥവാ ഹിന്ദുക്കളിൽ നിന്നും ക്രിസ്ത്യാനിറ്റിയിലേക്ക്. സത്യമാണോ? ഇത് ഞാൻ പറഞ്ഞതല്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു അവിചാരിതമായിട്ടൊരു ന്യൂസ് കാണുകയുണ്ടായി. ആ ന്യൂസിൻ്റെ അകത്ത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നൊരു വാക്കാണ് ഏറ്റവും കൂടുതൽ ഇവിടെ നിന്ന് കൺവർഷൻ നടക്കുന്നത്. ഈ ഹിന്ദുക്കളിൽ നിന്നും ഏറ്റവും കൂടുതൽ കൺവർഷൻ ചെയ്ത് ക്രിസ്ത്യാനിറ്റിയിലോട്ട് മാറ്റം വരുത്തുന്നത് പെന്തക്കോസ്റ്റ് പോലത്തെ സഭകളിലൂടെ ഇവിടെ നിന്ന് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവർഷൻ നടത്തുന്നത് ഇവിടത്തെ തന്നെയുള്ള ക്രിസ്ത്യാനിറ്റിയിലുള്ള ആൾക്കാരല്ലേ? ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് ആര് എന്താ മിണ്ടാത്തെന്താ? ഇവിടെ മുസ്ലിം മറ്റത് സുഡാപ്പി എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. മുസ്ലിങ്ങളും മറ്റേ കേരള സ്റ്റോറിയിലൂടെ മൊത്തത്തിൽ അങ്ങനെ വലിയ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ നിന്നുകൊണ്ട് കൺവർഷൻ നടത്തിയിട്ട് ഹിന്ദുക്കളിൽ നിന്ന് ക്രിസ്ത്യാനിറ്റിയിലേക്ക്, ഞാൻ ക്രിസ്ത്യാനികളെ കുറ്റം പറയുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്നതല്ല. എന്തിനാണ് ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് ഇപ്പം കൺവർഷൻ നടത്തിയിട്ട് മതം മാറ്റാൻ നിർബന്ധിതമാക്കണം? അല്ലെങ്കിൽ അസുഖം വന്നിട്ട് വീട്ടിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം അവരെ പോയിട്ട് മതം മാറണമെന്ന് പറയുന്ന ആ ഒരു പരിപാടി, അതൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അതൊക്കെ ചെയ്യുന്ന പരിപാടി ശരിക്കും ദൈവത്തിന്റെ പരിപാടിയാണോ, ദൈവവേലയാണോ, അതോ ചെകുത്താന്റെ പരിപാടിയാണോ? മറ്റൊരുത്തന്റെ വിശ്വാസത്തിൽ നിന്നും അവനെ പുറന്തള്ളിക്കൊണ്ട് അവന്റെ ദൈവങ്ങൾ ഏറ്റവും മോശപ്പെട്ടതാണെന്നും അവന്റെ ആരാധനാ മൂർത്തികളെല്ലാം എന്താണ് ഈ സാത്താനെ പോലുള്ള ആണെന്നും പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന മറ്റൊരു മതങ്ങൾ, ആ മതങ്ങൾ ചെയ്യുന്ന പരിപാടികൾ ശരിക്കും പറഞ്ഞാൽ ദൈവികമാണോ? അതിനങ്ങനെ കാണാൻ പറ്റുമോ? യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏതാണ് ഈ മണിക്കൂർ? ക്രിസ്തു ആത്മാവിൽ നെടുവർപ്പിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, പിതാവെ ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, അല്ല ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത്.
പെസാഹ് അവർ ശരിക്കും ബൈബിൾ വായിക്കുകയാണ്. അവർ ബൈബിൾ വായിക്കുന്നത് നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വാസികൾ കേൾക്കട്ടെ. എനിക്ക് എന്തായിരുന്നാലും അതിങ്ങനെ അവർ ഈ പറയുന്ന കാര്യങ്ങൾ ബൈബിളിലൂടെ അടിസ്ഥാനത്തിൽപ്പെടുത്തിക്കൊണ്ട് ഒരു സിനിമയായി കണക്ട് ചെയ്ത് പറയാൻ വേണ്ടി നിന്ന് എന്തായിരിക്കും? അങ്ങനെയാണെങ്കിൽ ചുരുളി സിനിമ എന്നുള്ള സിനിമയെക്കുറിച്ച് നമ്മൾ എങ്ങനെ പറയും, വിലയിരുത്തും? ഇതുപോലെ എത്രയോ സിനിമകൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഈ ക്രിസ്ത്യാനികൾ തിങ്ങിപ്പാർക്കുന്ന അമേരിക്കയിൽ, അതുപോലുള്ള വിവിധ ക്രിസ്ത്യൻ കൺട്രീസിൻ്റെ അകത്ത് ഇറങ്ങുന്ന സിനിമകളുടെ അകത്ത് ആൻറ്റി ക്രിസ്ത്യാനിറ്റി ഉള്ള സാധനങ്ങൾ എന്തുമാത്രം ഇറങ്ങുന്നു. അവിടെ ആർക്കും പരാതിയില്ലല്ലോ. ഇവിടെ മാത്രം എന്താ ഇത്ര പരാതി? എന്നിട്ട് നേരത്തെ പറഞ്ഞ സുവിശേഷം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന മലയാളികളാണെന്ന്. എന്തുകൊണ്ടെന്നറിയാമോ? ഏറ്റവും കൂടുതൽ കൺവേർഷൻ നടക്കുന്നത് ഇവിടെ നിന്ന് തന്നെയാണ്. അത് ഈ പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ല. അതിപ്പോൾ ഞാൻ വേണമെങ്കിൽ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാൻ ശ്രമിക്കാം. കാരണം നമുക്ക് ഒരു തെറ്റിദ്ധാരണ വേണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കി തന്നെ മുന്നോട്ട് പോകണം. ഇത് പറഞ്ഞത് ഈ നമ്മുടെ ഇങ്ങനെയാണ്, വെള്ളാപ്പള്ളി നടേശനാണ്. കഴിഞ്ഞ ദിവസം ക്രിസ്ത്യാനികൾ ബന്ധുക്കോസുകാർ എന്തുമാത്രം ഹിന്ദുക്കളെ കൺവേർട്ട് ചെയ്യുന്നു. എത്രയോ അത് വീടുകളാണ്. ഇത് ഒരെണ്ണത്തിൻ്റെ കാര്യമല്ലേ, എത്രയോ കുടുംബങ്ങളാണ്. അതുകൂടെ പുള്ളി പറഞ്ഞിരുന്നെങ്കിൽ അതൊരു ധാര സൂചിപ്പിക്കണം. ക്രിസ്ത്യാനികളെല്ലാം അങ്ങനെ ചെയ്യുന്നില്ല. ക്രിസ്ത്യൻ വിഭാഗത്തിലെ ബന്ധുക്കോസ് വിഭാഗങ്ങൾ പണം മുടക്കി ഹിന്ദുക്കളെ സാർവത്രികമായി കൺവേർഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനെപ്പറ്റി മിണ്ടാതിരിക്കുകയും 40 ആളുകൾ ലവ് ജിഹാദ് നടത്തി. അതിൻ്റെ എണ്ണമൊന്നും ഇവിടെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യമൊന്നും എൻ്റെ കയ്യിൽ നിന്ന് ഇട്ട് പറഞ്ഞതല്ല, നിങ്ങൾക്ക് ഇത് കേട്ടപ്പോൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് കൺവേർഷൻ നടത്തുന്നത് അവിടെ ആരാണ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത് ഇപ്പോഴും പറയുന്നു. അത് എല്ലാ ക്രിസ്ത്യാനിറ്റിയിൽപ്പെട്ട ആൾക്കാരല്ല, ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ അകത്തുള്ള പെന്തക്കോസ് വിഭാഗത്തിലുള്ള ആൾക്കാർ. അദ്ദേഹം പറയുന്ന വാക്കാണ് ഏറ്റവും കൂടുതൽ കൺവേർഷൻ ഹിന്ദുക്കളെ അങ്ങോട്ട് മാറ്റി നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ചെയ്യുന്ന പരിപാടി ദൈവ പരിപാടിയാണോ അതോ ചെകുത്താൻ്റെ പരിപാടിയാണോ? ദൈവത്തിന് എല്ലാവരും കൂട്ടുപിടിച്ചിട്ട് ചെയ്യുന്ന ഇവിടുത്തെ പരിപാടികളെല്ലാം ദൈവികമായിട്ടുള്ള പരിപാടികളാണോ? ദൈവത്തിൻ്റെ പേരിൽ കല്യാണം നടത്തി അരമനയിൽ നിർത്തിക്കൊണ്ട് കല്യാണം നടത്തി എല്ലാം കുർബാന കൂടി എല്ലാ കല്യാണം നടന്ന് എല്ലാം കഴിഞ്ഞു പോയതിനു ശേഷം അതേ പെൺകുട്ടി ആ കല്യാണം നടത്തിയ അച്ഛൻ വിളിച്ചിട്ട് പല പരിപാടികളും നടത്തിയ കാര്യങ്ങൾ കുറച്ച് നാളിന് മുമ്പ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അത് ദൈവികമായിട്ടുള്ള പരിപാടിയാണോ അത് ചെകുത്താൻ്റെ പരിപാടിയാണോ? ഈ അടുത്ത ദിവസങ്ങളിലാണ്, കുറച്ച് നാളിന് മുമ്പാണല്ലോ ഷൈനി മരണപ്പെട്ടത്, ഏറ്റുമാനൂർ. ഷൈനിയുടെ 3 കുട്ടികളും 2 കുട്ടികളും ചേർന്നുകൊണ്ട് റെയിൽവേ ക്രോസിൻ്റെ അകത്ത് പോയി നിന്ന് ആ റെയിൽവേ പാളത്തിൻ്റെ അകത്ത് ട്രെയിൻ വന്ന് ഇടിച്ച് തെറിപ്പിക്കുന്ന സമയത്ത് ആ സ്ത്രീ മരണപ്പെട്ട സമയത്തും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ ഒരു പാതിരിയുടെ പേര് പുറത്തു വന്നല്ലോ. അത് ദൈവികമായിട്ടുള്ള പരിപാടിയാണോ ചെകുത്താൻ്റെ പരിപാടിയാണോ? ഇതിനാരാണ് ചെകുത്താൻ, ആരാണ് ദൈവം? ദൈവത്തിൻ്റെ എല്ലാ പരിപാടികളും നോക്കുന്നു എന്ന് പറഞ്ഞ ആൾക്കാരെല്ലാം ദൈവികമായിട്ടുള്ള രീതിയിലാണോ ജീവിക്കുന്നത്? അതിനെക്കുറിച്ചും ആരും ചിന്തിക്കണ്ടേ? ദൈവികമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ അനുയായികൾ തന്നെയാണോ അതോ ഉള്ളിൽ ചെകുത്താനെ സൂക്ഷിക്കുന്നവരാണോ? അങ്ങനെയുള്ള കാര്യത്തിന് വ്യക്തമായി എടുത്തു കാണിക്കുകയില്ല ആ സിനിമ ചെയ്യുന്നത്. അതിന് ഇങ്ങനെയൊക്കെ നമ്മൾ വക്രീകരിച്ചു കൊണ്ട് പോകാൻ പാടുണ്ടോ? മതങ്ങളെ ഇളക്കിവിടാൻ പാടുണ്ടോ? മതങ്ങളെ വെച്ച് മലം തിന്നുന്ന ജീവിക്ക് കുറേ ആൾക്കാരുണ്ട്. അവർ മലീമസമായ ചിന്താഗതി വെച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിലും ജീവിക്കുന്നുണ്ട്. ശരിക്കും ഡെവിൾസ് അവർ തന്നെയല്ലേ? അത് ചിന്തിക്കണ്ടേ? അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണ്ടേ? വെച്ച് ആ പെസഹ പൂർത്തിയാക്കിയത്. യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തലചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. ആ മണിക്കൂറിലാണ് ഈശോ വലതുഭാഗത്തിരിക്കുന്നു. ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ ചില ഡയലോഗുകൾ ശ്രദ്ധിച്ചു. ഒരു ഡയലോഗ് ഇങ്ങനെയാണ്: ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാനാണ്? നമ്മുടെ തന്നെ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ദൈവപുത്രനായ ഈശോ. ഇടയെ വിശ്വാസമുള്ളവർ അങ്ങനെ കാണണ്ടെന്നേ. നിങ്ങൾക്ക് അത്രയും വലിയ വിശ്വാസമാണ് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിനെ ഏറ്റവും മോശമായിട്ട് പർവ്വതീകരിച്ച് മോശമാക്കാൻ ശ്രമിക്കുന്നു. നിങ്ങളുടെ ബിംബങ്ങളെ, ആരാധന മൂർത്തികളെ, അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ ഓരോന്ന് ഉപയോഗിക്കുന്ന ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ, പ്രതീകങ്ങളെ മോശമായിട്ട് ഇതാണെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കുകയോ അതിനുള്ള പരിപാടികൾ നടത്തുകയോ ഒക്കെ ചെയ്യുക. നിങ്ങൾ കാണാതെ ഇരിക്കുക അല്ലേ? അല്ലാതെ ഒരു സിനിമ അതിപ്പോൾ ചെകുത്താനെ കുറിച്ചാണെങ്കിലും ചെകുത്താൻ്റെ തന്തയെ കുറിച്ചിട്ടുള്ളതാണെങ്കിലും അത് ഇറക്കുന്നതിനോ അത് പബ്ലിക്കാക്കുന്നതിനോ ഒരാളുടെ ഭാവനാപരമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ കഴിവുകൾ ഇങ്ങനെ പ്രകടിപ്പിക്കുന്ന സിനിമയാക്കുന്നതിനൊക്കെ എന്ത് തെറ്റായിരിക്കുന്നത്? ഇത്രയും വലിയ പാതകമായിട്ട് മാറുന്നത് എവിടെയാണത്? ദൈവവിശ്വാസികൾക്ക് മാത്രമേ ഇതൊരു പ്രശ്നമുള്ളൂ. ദൈവവിശ്വാസം ഇല്ലാത്തവർക്ക് കുഴപ്പമുണ്ടോ? ഇപ്പം ക്രിസ്ത്യാനിറ്റി വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് ചെകുത്താൻ എന്നുള്ള കാര്യം ലൂസിഫറിന്റെ പ്രശ്നം. ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർക്ക് അത് പ്രശ്നമല്ല. കാരണം അവരുടെ ഈ ദൈവത്തിൻ്റെ അകത്ത് ഇങ്ങനെ ലൂസിഫർ ഇല്ലല്ലോ. ഇസ്ലാമിലും പ്രശ്നമില്ല. അപ്പോൾ അവർക്ക് കാണാമല്ലോ. ഇനി നേരെ ഇസ്ലാമിൽ വരുന്ന സമയത്തും ഹിന്ദുവിനകത്ത് വരുന്ന സമയത്തും അവർക്ക് ഇതുപോലുള്ള ഈവിൽ ക്യാരക്ടേഴ്സ് വേറെ ഉണ്ട്. അതുപോലുള്ള സിനിമകൾ ചിലപ്പോൾ നിങ്ങൾ കാണും, മറ്റുള്ള ആൾക്കാർ കാണും. അവർ കാണുന്നവർ കണ്ടാൽ മതി, കാണാത്തവർ കാണണ്ട. അതിന് മതത്തിന്റെ പരിപാടികളൊന്നും ഇതിനകത്ത് പറയുന്നില്ല. അതിനകത്ത് സിംബോളിക്കായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ഈ സിനിമയ്ക്കകത്ത് പ്രവർത്തിച്ചതിനകത്ത് ക്രിസ്ത്യാനികളില്ലേ? ഈ സിനിമയ്ക്കകത്ത് പ്രവർത്തിച്ചതിനകത്ത് ആന്റണി പെരുമ്പാവൂർ ആരാ? ആന്റണി പെരുമ്പാവൂർ ക്രിസ്ത്യാനിയല്ലേ? അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം നമ്മുടെ ഒരു ചർച്ചിലൊക്കെ വെച്ചല്ലേ നടന്നത്. അപ്പോൾ അവരൊക്കെ ഈ നമ്മുടെ ദൈവ വിരുദ്ധരാണോ? ക്രിസ്ത്യൻ വിരുദ്ധരാണോ? ആണോ? അല്ലല്ലോ. ഇതൊരു സിനിമയാണ്. അതങ്ങനെ കാണാൻ പഠിക്കണം. അല്ലാതെ മതങ്ങളെ ഇളക്കി വിട്ടിട്ട്, മതത്തിന്റെ ബാധ ഇളക്കി വിട്ടിട്ട് അതിൻ്റെ ഇടയിൽ നിന്ന് കളിക്കുന്ന അവരാണ് ദ റിയൽ ഡെവിൾസ്, ചെകുത്താന്മാർ. നിങ്ങൾ അവരെ സൂക്ഷിക്കണം ആദ്യം. അത് നമുക്കിടയിലൊക്കെ ഉണ്ട്. വലിയ ഡയലോഗ് അടിക്കും.
പബ്ലിക്കിന്റെ മുമ്പിലേക്ക് ഒന്ന് ദൈവമാണ്, മറ്റതാണ്, മറിച്ചതാണ്, 24 മണിക്കൂറും പൂജ, പ്രാർത്ഥന, മറ്റത് മറിച്ചത്, അടി കിടക്കുന്ന പരിപാടിയും രാത്രിയായി കാണിക്കുന്ന പരിപാടികളും കണ്ട പരിപാടികളൊക്കെ നല്ല സൂപ്പർ ആയിരിക്കും. എല്ലാം കാണിക്കും, ദൈവത്തിന്റെ പരിപാടികളെന്ന് പറഞ്ഞാൽ എല്ലാം കാണിക്കും. അത് എല്ലാ മതങ്ങളിലും ഉണ്ട് കേട്ടോ, ഒരു മതത്തിൽ നിന്നല്ല, എല്ലാ മതങ്ങളിലും ഉണ്ട്. അപ്പൊ അങ്ങനെ കാണിച്ച് വിശുദ്ധരായിട്ട് പബ്ലിക്കിൽ നിൽക്കുകയും എന്നാൽ മറ്റു പരിപാടികൾ വിടുവേലകൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ ദൈവപുത്രന്മാരാണോ, ദൈവത്തിന്റെ സഹചാരികളാണോ, ദൈവത്തിന്റെ കുഞ്ഞാടുകളാണോ, അതോ അവർ ഡെവിൾസിന്റെ ആൾക്കാരാണോ? അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ തുറന്നു കാണിക്കണ്ടേ? അതല്ലേ ഈ ചിത്രം ചെയ്യുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായത്തെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ.